ഇന്ന് നമുക്ക് റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് വേണ്ടത്. തൈര് എടുക്കുന്ന സമയത്ത് നല്ല കട്ടി തൈര് എടുക്കണം. അതേപോലെ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. പുളി കുറഞ്ഞ തൈരാണ് ഇതിന് വേണ്ടത്. നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്കിന് പുളി കുറച്ച് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് പുളി കുറച്ച് കുറഞ്ഞ തൈര് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തൈരും റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു റവയും തൈരും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റവ ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അപ്പം നിങ്ങളുടെ അടുത്തുള്ള തൈര് കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം നമ്മൾ ഈ ഒരു തൈരും റവയും മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടായിരിക്കണം. ഒരുപാട് ലൂസാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിവിടെ തൈരും റവയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം. ചെറുതാണെങ്കിൽ 3 ഉരുളക്കിഴങ്ങ് വരെ എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് പാനിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. സവാള ചെറുതായി അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ മസാലയ്ക്ക് തയ്യാറാക്കുന്നത് പോലെ സവാള ഒരുപാട് വഴറ്റരുത്. ഞാനിവിടെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു പൊടികൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈരിൽ മിക്സ് ചെയ്ത് വെച്ച റവ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു റവ ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. നമുക്ക് കട്ട്ലറ്റിനെല്ലാം ഉരുട്ടിയെടുക്കുന്ന പോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ റവയും തൈരും മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസാകാതെ ശ്രദ്ധിക്കുക. അഥവാ കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. കൈ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഈ ഒരു മാവ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒരുപാട് ലൂസായെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. നല്ല ടൈറ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുഴുവൻ മാവ് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് എണ്ണയിൽ അങ്ങ് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് മുഴുവനും പൊരിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയൊന്നും ഇതിന് കുടിക്കില്ല. വളരെ കുറച്ച് എണ്ണ ഇതിന് ആവശ്യമുള്ളൂ. കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 or 5 ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു 3 എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എക്സ്ട്രാ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. റവ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ഒരു എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അടിഭാഗം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കെച്ചപ്പിൻ്റെ കൂടി ചട്നിയുടെ കൂടെ എല്ലാം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.